അപ്പോൾ സുഹൃത്തുക്കളെ, ട്രാവൽ ഡോട്ട്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മൂന്നാറിലെ ഇടുക്കിയിലെ പരുന്തുപാറ എന്നാണ് കേട്ടോ. പരുന്തും എന്ന് കാണുന്നില്ല, പരുന്തുപാറ. നല്ല വ്യൂ പോയിന്റ് ആണ്. പോകുന്ന വഴികളൊക്കെ നിങ്ങൾ നോക്കുന്ന നല്ല ടീ എസ്റ്റേറ്റ്, സൂപ്പർ വ്യൂ ആണ്. പിന്നെ പരുന്തുപാറയുടെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ വാഗമൺ, അതുപോലെ തന്നെ ഇടുക്കി, തമിഴ്നാടിന്റെ പല ഭാഗങ്ങളും അതിന്റെ മുകളിൽ നിന്ന് കാണാം. അവിടുത്തെ ഒരു പ്രധാന ആകർഷണീയത എന്ന് പറയുന്നത് രാവിലത്തെ സൺറൈസ്, അതുപോലെ തന്നെ വൈകുന്നേരത്തെ സൺസെറ്റ് ഒക്കെയാണ് ഇവിടുത്തെ മെയിൻ കാഴ്ചകൾ. അപ്പോൾ ഏതായാലും നമ്മളതിന്റെ മുകളിലേക്ക് കയറി പോയിട്ട് അതിന്റെ വ്യൂ. അപ്പോൾ ഇടുക്കിയിലെ കാറ്റിനെ കുറിച്ച് നമ്മൾ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഏതായിരുന്നാലും പരുന്തുംപാറയിലെ കാറ്റും സംഭവം കിടുവായിരിക്കും. അപ്പോൾ നമ്മൾ കയറി പോവാട്ടോ. ഇങ്ങോട്ട് കയറുന്ന വഴിയൊന്ന് നോക്കൂ നിങ്ങൾ. ആ ഒരു ഗ്രീനറി ആണ് കേട്ടോ. അതിന്റെ ഗ്രീനറിയും അതുപോലെ തന്നെ ഈ രാവിലത്തെ മോർണിംഗിലെ ഈ ഒരു വെയിലും കൂടി ആവുമ്പോൾ അതിങ്ങോട്ട് ഉദിച്ച് കാണുക ചെയ്യും. നമുക്ക് കണ്ണിന് എത്ര കണ്ടു കഴിഞ്ഞാലും മടുക്കൂല. പോകുന്ന വഴിയിലൊക്കെ ഒരുപാട് സ്റ്റേ ഉണ്ട്, അതുപോലെ തന്നെ ടീ എസ്റ്റേറ്റുകൾ, അതുപോലെ തന്നെ ടീ ഫാക്ടറികൾ ഒക്കെയാണ് ഇതിന്റെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള സംഗതികൾ. അപ്പോൾ പരുന്തുപാറയിലെ വ്യൂ ആണ്, വ്യൂ പോയിന്റ് ആണിത്. ഇവിടെയൊക്കെ നല്ല മോഡിഫൈ ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ. ആ പാറമുക്കല്ലേ, ഓ സൂപ്പർ വ്യൂ. അതാണ് മെയിൻ പാറ ആയിരിക്കും, അതായിരിക്കും അല്ലേ ആ കാണുന്നത്, താഴെ കാണുന്നത്. ആ പാറന്റെ ഷേപ്പ് കണ്ടോ, കിടു വ്യൂ ആണ് കേട്ടോ. അങ്ങോട്ട് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഫോറസ്റ്റ് വ്യൂ ആണ്. എന്താലേ. അപ്പോൾ പരുന്തുംപാറ വരാത്തവർക്ക് വേണ്ടിയിട്ടാണ്. കണ്ട സ്ഥലമായിരിക്കും, പലരും കണ്ട സ്ഥലമായിരിക്കും ഇത്. പക്ഷേ നല്ല വ്യൂ ആണ് കേട്ടോ. നല്ല വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല വ്യൂ ആണ്. ഞാൻ ഇതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. അന്ന് ഈ ഒരു ഫുട്പാത്ത് ഒന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ അവിടെ ഫുട്പാത്തൊക്കെ ഉണ്ട്. നല്ല നടന്ന് ഇങ്ങനെ സമയം ചിലവഴിക്കാൻ പറ്റുന്നൊരു സ്ഥലമായിട്ട് മാറിയിട്ടുണ്ട് ഇവിടെ. വൈകുന്നേര സമയത്ത് അതുപോലെ തന്നെ മോർണിംഗിലൊക്കെ നല്ല രസമായിരിക്കും. ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല. കണ്ടോ, ഇവിടെ കണ്ടോ, താഴെ കണ്ടോ, ഇങ്ങനെ വാട്ടർഫോൾ ഉണ്ട് അവിടെ. ഏറ്റവും താഴെ അവിടെ 2 വാട്ടർഫോളാണ്. ഒന്ന് നല്ല ഭംഗിയുള്ള അവിടെ ദൂരം ഒന്ന് കാണുന്നുണ്ട്, ഒന്നത് ഇവിടെ താഴെ ഇവിടെ തന്നെ കാണുന്നുണ്ട്. കണ്ടോ, മേലോട്ട് നോക്കൂ, കംപ്ലീറ്റ് ഫുൾ ഗ്രീനറിയാണ്, നല്ല വ്യൂ ആണേ. ആ വാട്ടർഫോളിൻ്റെ വ്യൂ കണ്ടോ നിങ്ങൾ? ഇവിടുന്ന് കുറച്ചും കൂടി നന്നായിട്ട് കാണാം. അങ്ങനെ താഴോട്ട് ഒഴുകി പോകുന്നില്ലേ, പാലരുവിയായിട്ട് ഇങ്ങനെ പോകുന്ന കാണാം. അവിടെയാണ് നമ്മുടെ മെയിൻ പാറ, പരുന്തുംപാറയിലെ മെയിൻ പാറ വരുന്നത്. മെയിൻ വ്യൂ പോയിന്റ് അവിടെയാണ്. കുറച്ച് താഴ്ന്ന പ്രദേശമാണ് അവിടെ. പക്ഷേ എന്നിരുന്നാലും ആ ഒരു പാറ എന്ന് പറയുമ്പോൾ അതിന് ആ ഒരു ഫീല് കിട്ടണമെങ്കിൽ അവിടെ തന്നെ എത്തണം നമ്മൾ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി നോക്കുക. ഇവിടെയൊക്കെ അതിൻ്റെ മുകളിലൊക്കെ അവിടെയൊക്കെ ഓരോ സ്റ്റേകളാണ്. ചെറിയ ചെറിയ ഹോം സ്റ്റേ, റിസോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ. ഇനി അങ്ങോട്ട് പോകാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഇവിടെയൊക്കെ സമയം ചിലവഴിക്കാം. ഈ കാണുന്ന റോഡ്, ആ വണ്ടി വരുന്ന റോഡ് ഇങ്ങനെ ആണ് നമ്മുടെ ഭ്രമരം സിനിമയുടെ ലൊക്കേഷനൊക്കെ ആയിരുന്ന സ്ഥലമാണിത്. നല്ല സൂപ്പർ വ്യൂ ആണ് കേട്ടോ. പാറക്കെട്ടെത്താറായി. അവിടെയാണ് ഇവിടുത്തെ മെയിൻ വ്യൂ. ഏതായാലും അങ്ങോട്ട് പോവാം. ഇറങ്ങിയ സുഖം ഉണ്ടാവില്ല, നല്ല കയറ്റാണ് മേലോട്ട്. ഇറങ്ങിയത് പോലെ വേറും പോകണം കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ശബരിമലയിലെ മകരജ്യോതി കാണാമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഏതായാലും അതിൻ്റെ സമയമല്ല, അങ്ങനെ പറയപ്പെടുന്നുണ്ട്. കുറേ ടീം ഇവിടെ വന്നിട്ടുണ്ട്, റൈഡേഴ്സാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ. ഇവിടെ നിന്ന് ഒന്നും കൂടി നല്ല ഉഷാറായിട്ട് നമുക്ക് ആ വാട്ടർഫോൾ ഇങ്ങനെ കാണാം. ഓ കംപ്ലീറ്റ് സൂപ്പർ വ്യൂ ആണ്. അപ്പോൾ നമ്മൾ ഈ നേരെ മേലെ പാറൻ്റെ മുകളിലെത്തി, പരുന്തുപാറൻ്റെ മുകളിലെത്തി. ഇതാ ഈ വാട്ടർഫോൾ നമുക്ക് ഏറ്റവും നന്നായിട്ട് കാണുന്ന സ്ഥലം ഇവിടെ താഴെയാണ്. ഏറ്റവും ടോപ്പിൽ ചെറുതൊന്ന് കാണുന്നുണ്ട്, അതിൻ്റെ താഴെ ഒന്ന് ഇവിടെ ഇതിനെങ്ങനെ ഒഴുകി പോവാണ്.
അല്ലേ സൂപ്പർ വ്യൂ ആണ്. നമ്മൾ മേലെ ഇതാ അതിലെങ്ങനെ കയറി വന്നതാണ്. കയറി വന്ന് ഇതിലെ ഇങ്ങനെ വന്നു. അതാണ് ടോപ്പ് വ്യൂ ആണ്. നല്ല ഫോറസ്റ്റ് വ്യൂ ആണ് താഴോട്ട് നമുക്ക് കാണുന്നത്. പിന്നെ ഇതാ നമുക്ക് അവിടെയാണ് പത്തനംതിട്ട, അതുപോലെ തന്നെ ശബരിമല കിടക്കുന്നത്. അതിൻ്റെ അവിടുത്തെ മകരജ്യോതി നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. മിക്കവാറും സമയത്ത് ഇവിടെ കംപ്ലീറ്റ് ഫോഗായിരിക്കും, കംപ്ലീറ്റ് കോട മൂടിക്കിടക്കുന്ന സമയമായിരിക്കും. പക്ഷേ നമ്മുടെ ഭാഗ്യത്തിനാണ് തോന്നുന്നു ഇന്ന് നല്ല ക്ലിയറാണ്. ക്ലൈമറ്റ് സൂപ്പർ, നല്ല ക്ലിയർ ആയിട്ട് കിടക്കുക. അതുകൊണ്ട് നല്ലോണം കാണാനും പറ്റും. ഏതാണ്ട് ഇടുക്കിയിൽ മൂന്നാറിലൊക്കെ വരുന്ന ആളുകൾ നിർബന്ധമായിട്ടും വരേണ്ട ഒരു സ്ഥലമാണ് പരുന്തുപാറ. സൂപ്പർ വ്യൂ ആണ്, കിടു സ്ഥലമാണ്, ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത്. എക്സ്പീരിയൻസ് കയറിയിട്ട് അടിപൊളിയായിരുന്നു. ഇതിന്റെ താഴെ വീണില്ലെന്നേ ഉള്ളൂ. ഇവിടെ വന്ന് ഇരുന്നപ്പോൾ എന്ത് തോന്നി? സത്യം ഒറ്റ തള്ളെടുത്താൽ മതി. ഇവിടെ എന്തെങ്കിലും ദേഷ്യം ഉണ്ടോ അവളോട്? അവസരത്തിലില്ല. എന്തെങ്കിലും തോന്നാണ് ഒറ്റ തള്ളെടുത്താൽ മതി. ഇറങ്ങിയ സുഖമൊന്നുമില്ല കേട്ടോ കയറാന്. നല്ല കുത്തനുള്ള കയറ്റാണ്, നല്ല വ്യൂ ആണ്. താഴെ പോയപ്പോൾ നല്ല ടോപ്പ് വ്യൂ ആണ്. ഇറങ്ങിക്കോ, സൂപ്പർ വ്യൂ ആണ്. ഓ, മുന്നിൽ നിന്നായ കുഴപ്പമുണ്ടോ? ഫ്രണ്ടിൽ നിന്നായ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഒരുപാട് പേര് വരുന്നുണ്ട്. കോവിഡൊക്കെ കഴിഞ്ഞ രണ്ടാഴ്ച മുന്നെയാണ് ഇവിടെയുള്ള ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ തുറന്നു തുടങ്ങിയത്. അപ്പോൾ കുറച്ച് പേരൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങുന്നുണ്ട്. ഇതാ ഈ കയറ്റങ്ങനെ കയറി പോകണം. ഇനി ആ മലയുടെ മുകളിലൊക്കെ ആളുകൾ കയറി പോകുന്നുണ്ട് കേട്ടോ. അവിടെയൊക്കെ ഓരോന്നും എല്ലാം വ്യൂ പോയിൻ്റാണ്. എങ്ങോട്ട് നോക്കിയാലും വ്യൂ പോയിൻ്റാണ്. എല്ലാം നല്ല കാറ്റും തണുപ്പും ഒക്കെ ഉള്ള സ്ഥലങ്ങൾ. ഇവിടെ ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഏതായിരുന്നാലും പരുന്തുപാറയിൽ നിന്ന് ഇറങ്ങുകയാണ്, സൈൻ ഓഫ് ചെയ്യാണ്. ഇനി നമ്മൾ പാഞ്ചാലിമേട്, ഇനി നമ്മൾ ഇടുക്കിയിലെ മറ്റൊരു കിടിലൻ സ്ഥലമാണ് പാഞ്ചാലിമേട്. അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് പാഞ്ചാലിമേടിൽ കാണാം. ബൈ.